നമസ്കാരം. കേരളം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി വലിയ തോതിൽ പാമ്പുകളുടെ ഭീതിയിലാണ്. കാര്യം ഓരോ ദിവസവും പുറത്തു വരുന്ന വാർത്തകൾ അത്തരത്തിൽ സൂചിപ്പിക്കുന്നതാണ്. ഒരു കാലത്ത് നമ്മൾ കോവിഡിൻ്റെ കണക്കെടുത്തിരുന്നത് പോലെയാണ് ഇന്നിപ്പോൾ ഓരോ ജില്ലയിൽ നിന്നും ഓരോ ദിവസം എത്ര പേർക്ക് പാമ്പ് കടിയേറ്റു തുടർന്നുള്ള വാർത്തകളാണ് വരുന്നത്. ഇതിനിടയിൽ ഇന്നലെ രസകരമായ ഒരു വീഡിയോ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. തിരുവനന്തപുരം തൈക്കാട് പോലീസ് ട്രെയിനിങ് ക്യാമ്പിൽ പരേഡ് നടക്കുന്നതിനിടയിൽ, അവിടെ പരിശീലനം നടക്കുന്നതിനിടയിൽ പോലീസുകാർക്കിടയിലേക്ക് ഒരു ചേര ഇഴഞ്ഞു വരികയും ചിതറി ഓടുന്ന പോലീസുകാരുടെയും ദൃശ്യങ്ങൾ ഇന്നലെ മാധ്യമങ്ങളിലൊക്കെ പ്രചരിച്ചിരുന്നു, സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. ഈ ഒരു ദൃശ്യത്തെ ചുറ്റിപ്പറ്റിയുള്ള മറ്റൊരു വീഡിയോ കൂടി ഇപ്പോൾ വൈറലാവുകയാണ്. കാര്യം നമുക്കറിയാം, നിലച്ചിരിക്കാതെ പെട്ടെന്ന് ഇങ്ങനെ ഒരു പരേഡ് അല്ലെങ്കിൽ ആൾക്കൂട്ടത്തിലേക്ക് ഒരു ഇഴജന്തു ഇഴഞ്ഞു വരുമ്പോൾ ചിതറി ഓടുക സ്വാഭാവികമാണ് എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷേ പോലീസുകാർ ഇങ്ങനെ ചിതറി ഓടിയതിനെതിരെ വ്യാപകമായ വിമർശനമാണ്, അല്ലെങ്കിൽ വ്യാപകമായ കളിയാക്കലാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നത്. പാമ്പിനെന്ത് പോലീസ്, അല്ലെങ്കിൽ പോലീസിന് പാമ്പിന് മുന്നിൽ രക്ഷയില്ല തുടങ്ങിയ നിരവധി തലവാചകങ്ങളോടുകൂടി ഈ വീഡിയോ പല രീതിയിൽ പ്രചരിപ്പിക്കപ്പെട്ടു. പക്ഷേ ഇപ്പോൾ മറ്റൊരു വീഡിയോയുമായി താരതമ്യം ചെയ്തുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഒന്നുകൂടി ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നത്. ആ വീഡിയോയുടെ പശ്ചാത്തലം കൂടി നമുക്ക് നോക്കാം. അതായത് 2025 ഓഗസ്റ്റ് 3 സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ വീഡിയോ ആണിത്. മഹാരാഷ്ട്രയിലെ ലോനാവാലയിൽ നിന്നുള്ള ഒരു ദൃശ്യം. അവിടെ ഒരു കൂട്ടം RSS പ്രവർത്തകരുടെ സംഘം പ്രാർത്ഥന നടക്കുന്ന ആ സംഘസ്ഥാനിലേക്ക് ഒരു പാമ്പ് ഇഴഞ്ഞു വരുമ്പോൾ ഈ പ്രാർത്ഥനയ്ക്ക് നിൽക്കുന്ന ഒരാൾ പോലും അതിൽ നിന്ന് അനങ്ങുന്നില്ല. അതിൽ ഒരാളിൻ്റെ കാലിലൂടെ ഇഴഞ്ഞ് മറ്റൊരു പ്രവർത്തകൻ്റെ കാലിലേക്ക് ഇഴഞ്ഞ് ഈ പാമ്പങ്ങ് പോവുകയാണ്. ആ ഒരു ദൃശ്യത്തിൽ അത് വളരെ വ്യക്തമായി കാണാവുന്നതാണ്. പക്ഷേ പ്രാർത്ഥന തീരുന്നത് വരെ ഒരു പ്രവർത്തകൻ പോലും, ഒരു സ്വയം സേവകൻ പോലും അവിടെ നിന്നും അനങ്ങുന്നില്ല എന്നുള്ളതാണ് ആ ദൃശ്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇപ്പോൾ ഈ രണ്ട് ദൃശ്യങ്ങളെ ഉപമിച്ചുകൊണ്ടാണ് സമൂഹ മാധ്യമങ്ങളിൽ ഈ രണ്ട് വീഡിയോകളും വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നത്. അതായത് അനദർ നെയിം ഫോർ ഡിസിപ്ലിൻ ഈസ് RSS എന്ന തലവാചകത്തോടു കൂടിയാണ് അന്ന് ട്വിറ്ററിലൊക്കെ ഈ ഒരു വീഡിയോ ഇടം പിടിച്ചത്. ഇപ്പോൾ ആ വീഡിയോ ഈ ഒരു സാഹചര്യത്തിൽ, ഈ പോലീസുകാർ ചിതറി ഓടുന്ന സാഹചര്യത്തിൽ ആ വീഡിയോ ഒന്നുകൂടി വൈറലാവുകയാണ്. परम वे भवन्मे तुम्हे तत्स्वराष्ट्रम, परम वे भवन्मे तुम्हे तत्स्वराष्ट्रम, समर्था भवत्वा चिशाते वृषम, समर्था भवत्वा चिशाते वृषम. भारत माता की जय, भारत माता की जय. ध्वज प्रणाम. 1 2 3. संघ वीर. ഈ രണ്ട് ദൃശ്യങ്ങളും സമൂഹ മാധ്യമത്തിൽ വളരെയധികം സജീവമായി ഇപ്പോൾ വൈറലായി മാറിക്കൊണ്ടിരിക്കുകയാണ്. രണ്ട് സാഹചര്യങ്ങളാണെങ്കിൽ കൂടിയും ഈ പറഞ്ഞതുപോലെ പോലീസുകാരാകേണ്ടവർക്ക് വേണ്ട അടിസ്ഥാന യോഗ്യത എന്താണ്, ധൈര്യം തന്നെയല്ലേ എന്നുള്ള ഒരു ചോദ്യം ഉയരുന്നുണ്ട്. പക്ഷേ നനച്ചിരിക്കാത്ത നേരത്ത് ഇങ്ങനെ ഒരു പാമ്പ് ഇഴഞ്ഞു വരുമ്പോൾ ആരും, അല്ലെങ്കിൽ ഒരു ചേര ഇഴഞ്ഞു വരുമ്പോൾ ആരും പേടിക്കില്ലേ എന്നുള്ള മറുവാദങ്ങളും നിറയുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ എന്തു വന്നാലും രാഷ്ട്രമാണ് മുഖ്യം, നാഷൻ ഫസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ടിറങ്ങുന്ന ഓരോ സംഘപ്രവർത്തകനും അവനെ ഏൽപ്പിച്ച കർത്തവ്യം, അല്ലെങ്കിൽ അവൻ നിരതനായിരിക്കുന്ന ആ ഒരു കർത്തവ്യത്തിൽ നിന്നും ഒരിക്കലും പിന്മാറില്ല എന്നൊരു സൂചന കൂടിയാണ് ആ ദൃശ്യങ്ങൾ നൽകുന്നത്. ഈ രണ്ട് ദൃശ്യങ്ങളും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറിക്കൊണ്ടിരിക്കുകയാണ്. परम वे भवन्मे तुम्हे तत्स्वराष्ट्रम, परम वे भवन्मे तुम्हे
भवत्वाचिशाते वृषं समर्था भवत्वाचिशाते वृषं भारत माता की जय भारत माता की जय ध्वज प्रणाम 1 2 3 संघ वीर എന്തായാലും നിങ്ങൾ ഇത് കാണുന്ന പ്രേക്ഷകർക്ക് എന്താണ് ഈ രണ്ട് വീഡിയോകളെയും സംബന്ധിച്ച് പറയാൻ ഉള്ളത് എന്നുള്ളത് ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളായി രേഖപ്പെടുത്തുക. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.